കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി സോഷ്യൽ മീഡിയ ഏറെ ആഘോഷമാക്കിയ താരവിവാഹമാണ് ക്രിസ് വേണുഗോപാലിൻ്റെയും ദിവ്യ ശ്രീധരൻ്റെയും. മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരങ്ങൾ സീരിയലുകളിലാണ് സജീവമായി അഭിനയിക്കുന്നത്. പത്തരമാറ്റ് എന്ന സീരിയലിലെ ഒരുമിച്ചതോടെയാണ് താരങ്ങൾ പ്രണയിക്കുന്നതും ജീവിതത്തിൽ ഒന്നിക്കാൻ തീരുമാനിക്കുന്നതും. വീട്ടുകാരുടെ സമ്മതത്തോടെ നടത്തിയ വിവാഹമാണെങ്കിലും വ്യാപകമായ രീതിയിൽ വിമർശനങ്ങളാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത്. താടി നരച്ച ലുക്കിൽ കണ്ടതോടെ ക്രിസിന് പ്രായമുള്ള ആളായൊന്നും ഈ പ്രായത്തിൽ വിവാഹം കഴിക്കണമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നു. പിന്നാലെ ഇത് വിമർശനങ്ങൾക്ക് കാരണമായി മാറി. വളരെ മോശമായ രീതിയിലാണ് ചിലർ താരങ്ങളെ വിമർശിച്ചത്. പല അഭിമുഖങ്ങളിലും വിവാഹ വിശേഷങ്ങളും മുൻകാല ബന്ധങ്ങളെപ്പറ്റിയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ആദ്യ വിവാഹത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരുടെ വേർപാടിനെക്കുറിച്ചും തുറന്ന് സംസാരിക്കുകയാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും. കല്യാണത്തിൽ അവസാനിച്ച പ്രണയം, ഡൈവോഴ്സിൽ അവസാനിച്ച വിവാഹം, പിന്നെ പ്രിയപ്പെട്ടവരുടെ മരണം, അതെല്ലാം വല്ലാത്തൊരു മരവിപ്പാണ് ആ നാളുകളിൽ ഉടനീളം തനിക്ക് തന്നുകൊണ്ടിരുന്നത് എന്ന് ക്രിസ് പറയുന്നു. മരണം വഴിമാറിപ്പോയ എത്രയോ അവസരങ്ങൾ, ഇത്രയൊക്കെ ആയിട്ടും ജീവിതം എന്നോട് കരുണ കാട്ടിയില്ല. സുഹൃത്തുക്കളും വഴികാട്ടിയുമായിരുന്ന കൂടെ നിന്ന കൂട്ടുകാരുടെ മരണം വല്ലാതെ വേദനിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്ന അവളെ കൊണ്ടുപോയത്. പിന്നെ എൻ്റെ അമ്മാവനെ നിങ്ങൾക്കറിയാം, നടിയും നർത്തകിയുമായ താര കല്യാണിൻ്റെ ഭർത്താവ് രാജ. അദ്ദേഹത്തിൻ്റെ മരണവും വല്ലാതെ തകർത്തു. ജീവിതം നിരയില്ല കയറ്റത്തിലേക്ക് വീണുപോയപ്പോൾ ഭക്ഷണം വാങ്ങി തന്ന എൻ്റെ ഗുരു ഷാജിച്ചേൻ്റെ മരണം. വിവാഹമോചനത്തിനു ശേഷം വേദനിപ്പിക്കുന്ന കാര്യത്തിൽ വിധി എന്നോട് പിശുക്ക് കാണിച്ചിട്ടില്ല എന്നാണ് ക്രിസ് പറയുന്നത്. തൻ്റെ ജീവിതവും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണെന്ന് ദിവ്യയും പറയുന്നു. ഫ്ലാഷ് ബാക്ക് കളറില്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. വിവാഹം കഴിച്ച വ്യക്തി രണ്ടാം കെട്ടുകാരനാണെന്ന ചതി വൈകിയാണ് അറിഞ്ഞത്. മദ്യപിച്ച് ആൾക്കാരുടെ മർദ്ദനമേറ്റ് ചോരയിൽ കുളിച്ചു കയറി വന്ന മനുഷ്യൻ എല്ലാം നേരെയാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എല്ലാം വെറുതെയായിരുന്നു. വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടന്ന വിപ്ലവ കല്യാണമായതുകൊണ്ട് തന്നെ തുടർ ജീവിതവും അനന്തരഫലങ്ങളും തൻ്റേതു മാത്രം ഉത്തരവാദിത്വമായി. രാപ്പകൽ വിശ്രമമില്ലാതെ അധ്വാനിച്ചു. ഹിറ്റായി മാറിയ ഖൽബാണ് ഫാത്തിമ ആൽബത്തിലെ ആശകളില്ലാതെ എൻ ജീവിതയാത്രയിൽ എന്ന പാട്ടിലെ നായികയായതോടെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നാലെ സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടിത്തുടങ്ങി. പച്ചക്കുതിര, ബസ് കണ്ടക്ടർ തുടങ്ങിയ കുറേ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. അഭിനയമില്ലാത്ത സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റായും ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സ്വസ്ഥമായി വിടില്ല എന്നുറപ്പിച്ച ആ വ്യക്തി പറ്റാവുന്നിടത്തോളം എന്നെ ദ്രോഹിച്ചു. ജീവിതം വീണ്ടും വീണ്ടും നരകമായി. മോളെ ഗർഭം ധരിച്ച സമയത്ത് കുഞ്ഞിൻ്റെ മുഖം ആരെ പോലെയെങ്കിലും എന്ന് നോക്കട്ടെ, എന്നിട്ട് ഉറപ്പിക്കാം എന്ന് പറഞ്ഞ ആ മനുഷ്യന് അധിക്ഷേപം ഇന്നും ചങ്കിൽ കുത്തിക്കയറി മുറിവ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള കാലം സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത്രയുമായിട്ടും മരിക്കാതെ എന്നെ ഈ മണ്ണിൽ വേരോട് ഉറപ്പിച്ചു നിർത്തിയത് എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് ദിവ്യയും പറയുന്നു. ദിവ്യ ശ്രീധരൻ്റെയും അതേപോലെ ക്രിസ് വേണുഗോപാലിൻ്റെയും വിവാഹത്തെപ്പറ്റി എന്താണ് അഭിപ്രായമെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.